അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുക. എല്ലാവർക്കും അള്ളാഹു ഐശ്വര്യവും സമാധാനവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുക ഇൻഷാ അള്ളാഹ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. ഒരാളിൽ നിന്നും പൈസ കടം വാങ്ങിയിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കടമായി ചോദിച്ചിട്ട് അത് മടക്കി കൊടുക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അത് മുടക്കി കൊടുക്കാൻ ആഗ്രഹമുണ്ട്, അതിന് വഴികളൊന്നുമില്ലാതെ ബുദ്ധിമുട്ടുന്ന, പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്ന ഈ ദുആക്കൾ അള്ളാഹുവിലേക്ക് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ കടങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വീടാനുള്ള മാർഗങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് തുറന്നു തരുന്നതായിരിക്കും. അതിൻ്റെ തടസ്സങ്ങൾ പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് മാറ്റി തരുന്നതായിരിക്കും. അപ്പോൾ ഇനി ഞാൻ പറയുന്ന ദുആക്കൾ പറഞ്ഞുകൊണ്ട് തീർച്ചയായും നിങ്ങൾ അള്ളാഹുവിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് പടച്ച തമ്പുരാനോട് ചോദിക്കുക. അള്ളാഹു തീർച്ചയായും നിങ്ങളുടെ കടങ്ങൾ പടച്ച തമ്പുരാൻ മാറ്റി തരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ ദുആക്കൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുക ഇൻഷാ അല്ലാഹ്. പടച്ച തമ്പുരാൻ നമ്മുടെ കടങ്ങളൊക്കെ മാറ്റി തരുന്നതായിരിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിലിക അമ്മൻ സിവാക്. അല്ലാഹുവേ, നീ അനുവദിച്ചത് കൊണ്ട് എനിക്ക് മതി വരുത്തി, നീ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് എന്നെ വിട്ടു നിർത്തേണമേ. നിൻ്റെ ഔദാര്യം കൊണ്ട് എനിക്ക് ഐശ്വര്യം വരുത്തി, നീ അല്ലാത്തവരുടെ ഔദാര്യം ചോദിക്കുന്നതിൽ നിന്ന് എന്നെ വിട്ടു നിർത്തേണമേ അല്ലാ എന്ന് തീർച്ചയായും നിങ്ങൾ അള്ളാഹുവിങ്കലേക്ക് കൈകൾ ഉയർത്തുക. പടച്ച തമ്പുരാൻ നിങ്ങളുടെ കരങ്ങളെ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. നമ്മുടെ കടങ്ങളൊക്കെ അള്ളാഹു മാറ്റി തരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസനി വൽ അജ്സി വൽ കസലി വൽ ജുബ്നി വൽ ബുഖ്ലി വളലഇ ദൈനി വഗലബതി റിജാൽ. അല്ലാഹുവേ, മനോവിഷമം, ദുഃഖം, ദുർബലത, അലസത, പിശുക്ക്, ഭീരുത്വം, കടഭാരം, ആളുകൾ എന്നെ കീഴ്പ്പെടുത്തൽ എന്നിവയിൽ നിന്നെല്ലാം ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് ദുആ ചെയ്യുക. ശേഷം اللهم رب السماوات ورب الأرض ورب العرش العظيم ربنا ورب كل شيء فالق الحب والنوى ومنزل التوراة والإنجيل والفرقان أعوذ بك من شر كل شيء أنت آخذ بناصيته اللهم أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء وأنت الظاهر فليس فوقك شيء وأنت الباطن فليس دونك شيء اقض عنا الدين وأغننا من الفقر എന്ന് പറഞ്ഞ് തീർച്ചയായും ഇൻഷാ അല്ലാഹ് അള്ളാഹുവിനോട് ചോദിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ എല്ലാ കടങ്ങളെയും പടച്ച തമ്പുരാൻ വീട്ടിത്തരും. അതിനുള്ള മാർഗങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് തുറന്നു തരും. അള്ളാഹു നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ ധനങ്ങളിൽ അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി ദുആ ചെയ്യുക. ഈ വരുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ ആ ദുആഇൻ്റെ അർത്ഥങ്ങളാണ്. തീർച്ചയായും അള്ളാഹുവിലേക്ക് ചോദിക്കുക. പടച്ച തമ്പുരാനോട് ചോദിച്ച അള്ളാഹു ആരെയും കൈവിടില്ല. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങൾ എന്നോട് ചോദിക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ ഉത്തരം തരും എന്നുള്ള പടച്ച തമ്പുരാൻ്റെ ആ വാക്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കടങ്ങളും വീട്ടിൽ തന്ന് നമുക്ക് സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ശേഷം ഈ കാണുന്ന ദുആയും കൂടി അള്ളാഹുവിങ്കലേക്ക് പറഞ്ഞ് എന്ത് ചെയ്യുക? ദുആ ചെയ്യുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഗലബതി ദൈനി വഗലബതിൽ അദുവ്വി വശമാതത്തിൽ അഅദാഇ
എന്നുള്ള ഈ ദുആയും കൂടി പറഞ്ഞ് പടച്ച തമ്പുരാനോട് നിങ്ങളുടെ എല്ലാ കടബാധ്യതകളും ഏറ്റുപറഞ്ഞ് ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കടങ്ങളെയും മീട്ടിത്തന്ന് നമ്മുടെ ജീവിതങ്ങളിൽ അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.